നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ക്ലീൻ കാനാമ്പുഴ ക്ലിയർ കാനാമ്പുഴ പദ്ധതിയുടെ ഭാഗമായി കാനാമ്പുഴ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ശിശുമന്ദിരത്തിന് സമീപം മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 26 നടക്കുന്ന ഒന്നാംഘട്ട പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. മനുഷ്യരുടെ ഉത്തരവാദിത്വം ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അർഹതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യർ അതിന്റെ മേലെയൊക്കെ കൈവച്ചതിന്റെ ഫലമായിട്ടാണ് പർവ്വതങ്ങള് കുന്നുകളൊക്കെ ഇടിച്ചു താഴ്ത്തുന്നു, പുഴകൾ നികത്തുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തങ്ങൾ അതൊക്കെ ഇല്ലാതാകണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കാനാമ്പുഴയുടെ ഒരു പുനരുജ്ജീവനം എന്ന രീതിയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഉൾക്കോപ്പാലം വരെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നദികളുടെ പുനരുജ്ജീവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു കാനാമ്പുഴ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് കാനാമ്പുഴ പുനരുജ്ജീവിപ്പിക്കുക എന്നത് ഒരു ജനകീയ ഉദ്യമത്തിന്റെ ഭാഗമായി മാറി. 2017 മെയ് മാസമാണ് ഇത്തരത്തിലൊരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. എല്ലാവരും പങ്കാളികളായ ശുചീകരണ യജ്ഞത്തിന്റെ ഒന്നാം ഘട്ടം ഈ മാസം 26 പൂർത്തിയാവുകയാണ്. 6,40,00,000 രൂപയുടെ പ്രവൃത്തിയാണ് ശിശുമന്ദിരം മുതൽ താഴെ ചുവ വരെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കേവലം പുഴ വീണ്ടെടുക്കുന്നതിനപ്പുറം ഒരു ടൂറിസത്തിന്റെ സാധ്യത കൂടി ഉയർന്നു വരികയാണ് ഇതോടെ ചെയ്യുന്നതെന്ന് എൻ ചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ നദികളുടെ പുനരുജ്ജീവന പദ്ധതികളുടെ തുടക്കം കുറിച്ചിട്ടാണ് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ആരംഭിച്ചത്. ജനകീയമായ ഒരു മുന്നേറ്റമായിരുന്നു. കാനാമ്പുഴയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. 2017 മെയ് മാസം ആരംഭിച്ച ഈ പ്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടം 26-ാം തീയതിയോടുകൂടി പൂർത്തിയാവുക. ഏതാണ്ട് 6,40,00,000 രൂപയുടെ പ്രവൃത്തിയാണ് ശിശുമന്ദിര റോഡ് മുതൽ താഴെ ചുവ റെയിൽവേ പാലം വരെയുള്ള മേഖലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ കാനാമ്പുഴയുടെ ഇരുകരകളും കെട്ടിഭദ്രമാക്കി നല്ല മനോഹരമായ ഫുട്പാത്ത് നിർമ്മിച്ചു. അതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇരുകരകളും കെട്ടി ഉറപ്പിച്ചും നടപ്പാത, വിളക്കുകൾ എന്നിവ സ്ഥാപിച്ചതിലൂടെയും വലിയൊരു സാധ്യത തന്നെയാണ് ടൂറിസം മേഖലയിൽ ഉണ്ടാവുക. ഒന്നാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 26 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. ചടങ്ങിൽ മറ്റു മന്ത്രിമാരും പങ്കെടുക്കും. അതിനു മുന്നോടിയായുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ കാനാമ്പുഴ അതിജീവന സമിതിയുടെ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നത്. നിർമ്മാണം പൂർത്തിയായ മേഖലകളിൽ പൂർണ്ണമായും വൃത്തിയാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. പുഴയിലുള്ള പ്ലാസ്റ്റിക് എല്ലാം ശേഖരിക്കുകയും വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിയിക്കുകയും ചെയ്തു. കൂടുതൽ മനോഹരമാക്കുകയാണ് കാനാമ്പുഴയെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 2-3 വർഷമായിട്ട് കുറച്ച് ആൾക്കാർ, നമ്മൾ 3 ആൾ കൂടിയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ അന്നേരം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാനാമ്പുഴേൻ്റെ ഇത് വന്നതിന് ശേഷം വെള്ളത്തിന് കുറച്ച് ഇതുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം കുപ്പികളും അതും ഇതും സകല സാധനം ഈ തോട്ടിൽ കൊണ്ടിടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അതിനുള്ള പ്രയാസമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാരും ആൾക്കാരെല്ലാം വന്നിട്ട് നമ്മളെ നാട്ടിലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അതൊന്നും ആരും അത്ര ഇതെടുക്കുന്നില്ല. നമ്മളെ നാട്ടുകാരനെ പ്രതികരിക്കാൻ അതിന് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കാനാമ്പുഴേൻ്റെ അവസ്ഥ ഇങ്ങനെയായത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വൃത്തിയാക്കുന്നതുകൊണ്ട് കാനാമ്പുഴ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞാലും കാനാമ്പുഴേനെ എല്ലാവരും ഇതാക്കണം. കാനാമ്പുഴ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടങ്ങ് പോയാൽ ശരിയാവില്ല. അതിനെന്ത് ശരിക്കും നമുക്കിവിടെ ഒരാളെ ആക്കണം, നോക്കാനും പിടിക്കാനെല്ലാം ക്യാമറ വെക്കണം, അങ്ങനെയെല്ലാം ചെയ്യണം. എന്നാലേ കാനാമ്പുഴയായിട്ട് നിൽക്കുള്ളൂ. അല്ലേ പിന്നെ പണ്ടത്തെ പോലെ ആയിരിക്കും. ഹരിത കേരള മിഷൻ പ്രവർത്തകർ, ചേലോറ, എളിയാവൂർ ഡിവിഷൻ കൌൺസിലർമാർ, നാട്ടുകാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രവൃത്തി നടത്തിയത്.